പ്രകാശമേറിയ തേജസ്സൊഴുകുന്ന ശക്തിയേറിയ അള്ളാഹുവിന്റെ സൃഷ്ടി, ഏറ്റവും മഹത്തായ മലക്കുകളിൽ ഒരാൾ ജിബ്രീൽ അലൈഹിസലാം, അള്ളാഹുവിന്റെ വചനങ്ങൾ പ്രവാചകരുടെ ഹൃദയങ്ങളിൽ എത്തിച്ച ദൂതൻ. പ്രകാശത്തിൽ നിന്നുമാണ് അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടത്. അതീവ വിശാലമായ അറിവ്, ലോകാതീതമായ സൗന്ദര്യം, അതുല്യമായ ശക്തി, കിഴക്കിൽ നിന്നും പടിഞ്ഞാറ് വരെ പരന്നിരിക്കുന്ന 600 ചിറകുകളാൽ വിടർന്ന പച്ച നിറത്തിലുള്ള രൂപമാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റേത്. പ്രകാശത്തിന്റെ ആ സൃഷ്ടിയെ കാണുമ്പോൾ തന്നെ ഹൃദയം വിറയ്ക്കും. എത്ര വേഗത്തിൽ ആകാശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവനായാലും അദ്ദേഹത്തിന് തന്റെ സൃഷ്ടാവിനെ കാണാൻ സാധിച്ചിട്ടില്ല. അതാണ് മലക്കുകളുടെ അത്ഭുത സ്വഭാവം. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അനേകം പ്രവാചകന്മാരുടെ ദൗത്യങ്ങളിൽ പങ്കാളിയായിരുന്നു. ആദം നബിയെ കൃഷിയും അക്ഷരങ്ങളും പഠിപ്പിച്ചതും, നൂഹ് നബിയെ പേടകം നിർമ്മിക്കാൻ സഹായിച്ചതും, ലൂത്ത് നബിയുടെ ജനങ്ങളെ ശിക്ഷിച്ചതും, ഇബ്രാഹിം നബി അഗ്നിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ തീയെ ശാന്തമാക്കാൻ സഹായിച്ചതും ഈ മഹാദൂതനാണ്. ഇബ്രാഹിം നബി മകനെ ബലി അർപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് പകരമായി ഒരു ആടിനെ കൊണ്ടുവന്നതും ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയായിരുന്നു. മൂസാ നബി മിസ്രിലെ ജനങ്ങളെ നേരിടുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയായി നിന്നത്, മറിയം ബീവിക്ക് മുൻപിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതും, ഈസാ നബിയുടെ ജനന വാർത്ത അറിയിച്ചതും, മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിത്യസഹായിയായതും, പ്രവാചക ജീവിതകാലത്ത് 26,000 വഹിയുകൾ അള്ളാഹുവിൽ നിന്നെത്തിച്ചതും ജിബ്രീൽ അലൈഹിസ്സലാമാണ്. മനുഷ്യരൂപമണിഞ്ഞ് പലതവണ മുഹമ്മദ് നബിയുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിലും നബി അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം കണ്ടത് 2 തവണ മാത്രമാണ്. ഒരിക്കൽ ഭൂമിയിൽ വെച്ചും മറ്റൊരിക്കൽ മേറാജിന്റെ സമയത്ത് ആകാശത്ത് വെച്ചും. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപം സ്വീകരിച്ചപ്പോൾ ദിഹ്യാ റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റവും സാമ്യമുള്ള രൂപമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ഏറ്റവും സുന്ദരന്മാരിൽ ഒരാളായിരുന്നു ദിഹ്യാ റളിയല്ലാഹു അൻഹ. ബനു കൽബിലെ യൂസഫ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്ഥാനം വളരെ ഉയർന്നതാണെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും തന്റെ സൃഷ്ടാവിനെ കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിലെ 7ാം ആകാശത്തിലാണ് താമസിക്കുന്നത്. അവിടെ നൂറിന്റെ നദിയിൽ വെച്ച് പ്രതിദിനം കുളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ചിറകിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളിയാലും 7000 പുതിയ മലക്കുകൾ സൃഷ്ടിക്കപ്പെടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വഹ്യ് അവസാനിച്ചെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാം ഇന്നും മലക്കുകളുടെ നേതാവായി നിലകൊള്ളുന്നു. യൗമുൽ ഖിയാമത്തിൽ മനുഷ്യരുടെ പ്രവർത്തികൾ തൂക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ മഹത്തായ പദവി ഉണ്ടാകും. അദ്ദേഹത്തിന്റെ മഹത്വം, വലുപ്പം, ശക്തി എല്ലാം അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ അടയാളമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലെയുള്ള മഹാനായ സൃഷ്ടിയും ഒരു ദാസൻ മാത്രമാണ്, അള്ളാഹുവിന്റെ ദാസൻ. അതുകൊണ്ട് നാം എന്നും ഓർക്കേണ്ടത്, സൃഷ്ടിയിലെ ഏറ്റവും മഹാനായവർക്കും അവരുടെ ശക്തിക്കും സൗന്ദര്യത്തിനും പിന്നിൽ ഒരേയൊരു കാരണമാണുള്ളത്, അള്ളാഹു സുബ്ഹാനഹു തആല.